മമ്മൂട്ടി വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുന്നു. മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്ക് മറ്റന്നാൾ മമ്മൂട്ടി എത്തും. ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി. ആൻമരിയ, ആന്റോ ജോസഫിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. ചെറിയൊരു ഇടവേളയായിരുന്നു ഇത്രയും കാലം എന്ന് മാത്രമേ കരുതുന്നുള്ളൂ എന്നതുൾപ്പെടെ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു. അപ്രതീക്ഷിതമായി വന്ന ഇടവേളയാണ്. ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മറ്റന്നാൾ ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ വിവരമാണ്. വിശദാംശങ്ങൾ ആൻമരിയ. അനുജ, തീർച്ചയായും മലയാളികൾക്ക് ഏറെ സന്തോഷിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 19 മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത ആന്റോ ജോസഫ് തന്നെയാണ് ഫേസ്ബുക്കിലൂടെ ആദ്യം നമ്മളെ അറിയിക്കുന്നത്. അത് തന്നെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നതാണ്. മമ്മൂട്ടി എന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഇനി തിരിച്ചെത്തും എന്നുള്ള കാര്യം എല്ലാവരും ഒറ്റുനോക്കിയിരുന്നതാണ്. അതിനാണ് ഇപ്പോൾ ഒരു മറുപടി ആന്റോ ജോസഫ് തന്നെ ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. ഒക്ടോബർ 1 അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുന്നത്. ഹൈദരാബാദിലാണ് ആദ്യം ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഉള്ളത്. അവിടേക്കായിരിക്കും ആദ്യം മമ്മൂട്ടി എത്തുന്നത്. അത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഞാൻ എത്താം. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ മഹേഷ് നാരായണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മഹേഷ് നാരായണൻ, വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. നമ്മളൊക്കെ ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സന്തോഷമുണ്ട്. നമുക്ക് ഞങ്ങൾ ലൊക്കേഷനിലേക്ക് തിരിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ജോലികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിലേക്ക് എത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മറ്റന്നാൾ അദ്ദേഹം ലൊക്കേഷനിലേക്ക് എത്തുകയാണല്ലേ? അതെ, 1 മുതൽ അദ്ദേഹം ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയാണ്. അപ്പോൾ ഹൈദരാബാദിലേക്കാണോ എത്തുന്നത്? അവിടെ വെച്ചാണോ ഷൂട്ടിംഗ്? ഇനി കുറച്ച് ദിവസം ഞങ്ങൾ ഹൈദരാബാദിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു യു കെയിലൊരു ഷെഡ്യൂൾ ഉണ്ട്. അത് 15 തൊട്ട് യു കെയിലാണ്. ശരി, അപ്പോൾ അങ്ങോട്ടേക്കും അദ്ദേഹത്തിന്റെ വരവുണ്ട്. അദ്ദേഹത്തിന്റെ ജോലികളാണ് ഇനി ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ബാക്കി നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി വരികയാണ്. അതെ, അപ്പോൾ അദ്ദേഹവുമായി ഇതിനോടകം തന്നെ താങ്കൾ സംസാരിച്ചു കാണുമല്ലോ? തീർച്ചയായിട്ടും സംസാരിക്കാൻ മാത്രമല്ല, നമ്മൾ കാണുന്നുണ്ടല്ലോ, അദ്ദേഹത്തെ കാണുന്നുണ്ട്. എല്ലാം വളരെ എന്താ പറയുക, എല്ലാവരും വളരെ ആവേശത്തിലാണ് അദ്ദേഹം തിരിച്ച് നമ്മുടെ ലൊക്കേഷനോട് വരുന്നത്. അദ്ദേഹത്തിന് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായി, അത്രേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ തന്നെ കാണുന്നു. അതെ, ഇതിപ്പോ എത്ര ദിവസത്തെ ഷൂട്ടിംഗ് ആണ്? അങ്ങനെ ഇപ്പോൾ അത് പറയാൻ പറ്റുമോ? ഇത് ഇനിയിപ്പോ നമ്മൾ ഏതാണ്ട് ഡിസംബറോടുകൂടി ഞങ്ങളിത് റാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ശരി, ദുബായിലും യു കെയിലുമായി നടക്കുന്ന ഷൂട്ടിംഗ്, അതിൽ പങ്കെടുക്കാനായി മമ്മൂട്ടി സജീവമായി തന്നെ തിരികെ എത്തുന്നു. ഇനി യു കെയിലാണ് ബാക്കിയുള്ളത്. ബാക്കി ഇനി കുറച്ച് ദിവസങ്ങൾ ഇനി തിരിച്ച് കൊച്ചിയിലും ഒക്കെ ആയിട്ട് സെറ്റുകളിലും ഒക്കെ ഉണ്ട്, വർക്കുകൾ ബാക്കിയുണ്ട്. വളരെ നന്ദി ശ്രീ മഹേഷ് നാരായണൻ പ്രതികരിച്ചതിന്. അദ്ദേഹത്തിന്റെ ചിത്രം, അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് അഭിനയിക്കാനായി മമ്മൂട്ടി ഇടവേളയ്ക്ക് ശേഷം എത്തുന്നത്. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുകയാണ്. പേട്രിയറ്റ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി അദ്ദേഹം എത്തുന്നത്. ഹൈദരാബാദിലാണ് ആദ്യ ഷെഡ്യൂൾ. അതിനുശേഷം യു കെയിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ മഹേഷ് നാരായണൻ നമ്മളോട് പറഞ്ഞത്. എല്ലാവരും കാത്തിരുന്നൊരു മുഹൂർത്തമാണ്. വലിയ സന്തോഷകരമായൊരു നിമിഷമാണ്. ആൻമരിയ ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട് എന്നാണ് കരുതുന്നത്. ആൻമരിയ, ഇപ്പോൾ നമ്മളോട് സംവിധായകൻ സംസാരിക്കുകയായിരുന്നു. ഹൈദരാബാദ്, അതിനുശേഷം യു കെയിലേക്ക് പോകും. ഏതായാലും നമ്മളൊക്കെ കാത്തിരുന്നൊരു മുഹൂർത്തമാണിത്. എല്ലാവർക്കും വലിയ സന്തോഷമാണിത്. അനുജ, തീർച്ചയായിട്ടും നമ്മളൊക്കെ കാത്തിരുന്ന സമയം തന്നെയാണ്. സംവിധായകനായിട്ടുള്ള മഹേഷ് നാരായണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ പകുതി ഭാഗങ്ങൾ ഏകദേശം മമ്മൂട്ടി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഷൂട്ട് ചെയ്തതാണ്. ഇനി അല്പം കുറച്ച് ഭാഗങ്ങൾ കൂടി മാത്രമാണ് ഷൂട്ടിംഗ് നടത്താനായിട്ടുള്ളത്. അത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈദരാബാദ്, ലണ്ടൻ, കൊച്ചിയിലെ ചെറിയ സ്ഥലങ്ങൾ മാത്രമാണ് ഇനി ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഹൈദരാബാദിന് ശേഷം പിന്നെ യു കെയിലേക്ക് പോകും. അവിടുത്തെയും ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കുറച്ച് ദിവസങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് എത്തുന്നത്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് മലയാളികളെല്ലാം ഏറെ കാത്തിരിക്കുക. അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷവും അതോടൊപ്പം തന്നെ ആവേശവും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം കൊച്ചിയിലേക്ക് കൂടി ഉടൻ തന്നെ തിരിച്ചെത്തും എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ആന്റോ ജോസഫ് തന്നെയായിരുന്നു ഈ ഓഗസ്റ്റ് 19 അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരുന്നു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നതും ആന്റോ ജോസഫാണ്. അതിനകത്ത് മമ്മൂട്ടിയെ കൂടാതെ തന്നെ മോഹൻലാല്, നയൻതാര, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ നിരവധിയായിട്ടുള്ള ഒരു താരനിര തന്നെ അതിനകത്ത് അണിനിരക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിരിക്കുന്നതാണ്. ഇനിയുള്ളത് ഈ മമ്മൂട്ടിയുടെ ചെറിയ ഭാഗങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ ചിത്രത്തിനുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ മമ്മൂട്ടി ഈ ഒക്ടോബർ 1 ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുന്നു എന്നുള്ള ആ സന്തോഷകരമായ വാർത്ത അത് ആന്റോ ജോസഫ് ഫേസ്ബുക്കിലൂടെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ കുറിച്ചിരിക്കുന്നുണ്ട്. അനുജ, അതെ, ഇപ്പോൾ ശരി, വളരെ സന്തോഷകരമായൊരു വാർത്തയാണ്. ഒക്ടോബർ 1, അതായത് മറ്റന്നാൾ അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുകയാണ്. മമ്മൂട്ടി ഈസ് ബാക്ക്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.